തിരുവനന്തപുരം എയർപോർട്ട് ഇൻ്റർനാഷണലായ എയർപോർട്ട് പ്രഖ്യാപിച്ചത് BP സിംഗിൻ്റെ കാലത്താണ്. ഇന്നത് ആരുടെ കയ്യിലാണ്, ആരാണ് ഏൽപ്പിച്ചു കൊടുത്തത്? മറ്റൊന്ന്, ഇവിടെ വികസനവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം വരികയുണ്ടായി. പാറശാല മണ്ഡലത്തിൽ കഴിഞ്ഞ 7 വർഷക്കാലമായി 2200 കോടി രൂപയുടെ വികസനം നടത്തിയിട്ടുണ്ട്. ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ തയ്യാറാണ്. ബഹുമാനപ്പെട്ട MP, നിലവിലുള്ള MP, എത്ര കോടി രൂപയുടെ വികസനം ഇതുപോലെ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചാൽ കാണാൻ കഴിയുമോ? യെസ്. ആരോടാ ചോദ്യം? ഒരു ചോദ്യം കൂടിയുണ്ട്. അല്ല, ആരോടാ? ഒരു ചോദ്യം കൂടിയുണ്ട്. ആൻസർ പറഞ്ഞാൽ ഇവിടെ വിദ്യാർത്ഥി വേട്ടയെ സംബന്ധിച്ച് പറഞ്ഞു കേട്ടു. അടിയന്തരാവസ്ഥ കാലത്തുള്ള ഒരു സംഭവം. എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു രാജൻ, ഈശ്വരവാര്യരുടെ മകൻ. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ചാമ്പൽ കാണാൻ പിതാവ് ഈശ്വരവാര്യർക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അമ്മ കിറുക്ക് പിടിച്ചാണ് മരിച്ചത്. യെസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യം ഇദ്ദേഹം നമ്മുടെ സജിത്ത് മറുപടി പറയട്ടെ. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം അദാനിയെ ഏൽപ്പിച്ചതിലുള്ള വിഷമമാണ് അദ്ദേഹം പങ്കുവച്ചത്, അല്ലേ? ശരിയല്ലേ? അതെ, ഓക്കെ. തിരുവനന്തപുരത്തെ വികസനം സംബന്ധിച്ച് എന്നോടാണ് ചോദിച്ചതെന്ന് തോന്നുന്നു. അന്താരാഷ്ട്ര വിമാനത്താവളത്തെ സംബന്ധിച്ച് അതിന് അദാനിക്ക് അതിൻ്റെ കരാർ കൊടുത്തിട്ടുണ്ട്. വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട്, ഓക്കെ. പക്ഷേ KSCBയെ സംബന്ധിച്ച് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് വിദേശ കമ്പനികൾ കൊടുക്കുവാനുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ട്. ഒരു സ്ഥാപനവും സ്വകാര്യ മേഖലയുമായി ബന്ധപ്പെടുത്തി ചെയ്യുന്നതിന് BJP എതിരല്ല. എല്ലാ മേഖലയും, എല്ലാ പൊതുമേഖലയും വികസിക്കണം. ആ പൊതുമേഖലയുടെ വികസനമാണ് BJP മുൻനിർത്തുന്നത്. ആ സ്ഥാപനം വികസനത്തിന്, ആ സ്ഥാപനത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് എന്താണ് ചെയ്യേണ്ടത് അത് BJP തയ്യാറാണ്. അപ്പോൾ കേരളത്തിൽ അദാനിയെക്കുറിച്ച് പറഞ്ഞു. അദാനിക്ക് കൊടുക്കുന്നത്, അദാനിക്ക് കോർപ്പറേറ്റുകൾ ഈ ഭാരതത്തിൽ വേണം, പാവപ്പെട്ടവനും വേണം. നമുക്കറിയാം, ഇവിടെ പാവപ്പെട്ടവർ ഗരീബ് കല്യാൺ യോജന വഴി അരി കൊടുക്കുന്നുണ്ട്. ഈ അരി കൊടുക്കുന്നത് അദാനിക്കോ അംബാനിക്കോ വേണ്ടിയല്ല. ഇവിടെ പാവപ്പെട്ട പൊതുജനങ്ങൾക്ക് വേണ്ടി അരി കൊടുക്കുന്നുണ്ട്. ഇവിടെ സൗജന്യമായി ശൗചാലയം നിർമ്മിച്ചു നൽകുന്നുണ്ട്. ഇവിടുത്തെ പാവപ്പെട്ടവനാണ്. പാവപ്പെട്ടവരും കേരളത്തിലല്ല, ഭാരതത്തിൽ മുഴുവൻ. ചേട്ടൻ കേൾക്കാത്തോണ്ടാണ്. മറുപടി പറയട്ടെ. ഭാരതത്തിലും എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും സൗജന്യമായി ശൗചാലയം അല്ലെങ്കിൽ വീട് എല്ലാം വെച്ചു കൊടുക്കുന്നത് നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങളാണ്. കോർപ്പറേറ്റുകളെയും CPM കോർപ്പറേറ്റുകളെ സമീപിക്കില്ല എന്ന് പറയരുത്. നമുക്കറിയാം, നമുക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് കോവളം കൊട്ടാരത്തിൽ വെച്ചിട്ട് ഒരു വിദ്യാഭ്യാസ വിചക്ഷണനായിട്ടുള്ള ഡോക്ടർ TP ശ്രീനിവാസൻ സാർ, അദ്ദേഹത്തെ അടിച്ച് SFIക്കാർ അവിടെ ഇട്ടു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുമ്പ് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന മന്ത്രി പറഞ്ഞു, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസങ്ങളിൽ വിദേശ നിക്ഷേപം സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു. അന്ന് അദ്ദേഹത്തിന് അടികിട്ടിയ ഈ ചിരിച്ച സഖാവ് മനസ്സിലാക്കേണ്ടത്, അന്ന് അദ്ദേഹത്തിന് അടികിട്ടിയത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിദേശ നിക്ഷേപം കൊണ്ടുവരണമെന്ന് പറഞ്ഞ് അടിച്ചിട്ടത് SFIക്കാരാണ്. ഇന്ന് CPM ഭരിക്കുന്ന സമയത്ത് SFIയിലെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആ മന്ത്രി തന്നെ പറയുന്നു വിദേശ നിക്ഷേപം കേരളത്തിൽ ആവശ്യമാണെന്നാണ്. ഇരട്ടത്താപ്പ് മനസ്സിലാക്കുവാൻ സഖാക്കന്മാർ മനസ്സിലാക്കേണ്ടത്. ഇവിടുത്തെ ഇരട്ടത്താപ്പ്, നിങ്ങളുടെ ഇരട്ടത്താപ്പ് എല്ലാവർക്കും അറിയാം. കോർപ്പറേറ്റുകളെ ഒരു സ്ഥലത്ത് കുറ്റം പറയുന്നു, മറ്റൊരു സ്ഥലത്ത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി പറയുന്നു. BJP വളരെ വ്യക്തമായി പറയുന്നു, BJP ഈ ഭാരതത്തിൽ വികസനം വേണം, അതിന് കോർപ്പറേറ്റ് വേണം. ഈ പാവപ്പെട്ടവന്റെ ഉന്നമനത്തിന് വേണം, അതിന് ക്ഷേമ പ്രവർത്തനം വേണം. വികസനവും ക്ഷേമവുമാണ് BJP മുന്നോട്ട് വയ്ക്കുന്ന ആപ്തവാക്യം. 2014 BJP വെച്ച മുദ്രാവാക്യം എന്താണ്? എല്ലാവരുടെയും വികസനം, എല്ലാവരോടൊപ്പം. അത് തന്നെയാണ് BJP 2024 തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തും BJP മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം. യെസ്. കോൺഗ്രസിന്റെ മറ്റേ ചോദ്യത്തിന് അല്ല, പ്ലീസ്, താങ്കൾ നേരത്തെ ചോദിച്ചാണ്, ചോദിക്കാത്തവർ കൊടുക്കൂ. പ്ലീസ്. എന്തായിരുന്നു അത്? പെട്ടെന്ന് ചോദിച്ചവർ തന്നെ ചോദിക്കരുത്, പ്ലീസ്. പുതിയ ആളുകൾക്ക് കൊടുക്കാം. വിമാനത്താവളം സിയാൽ മോഡലില് കേരള ഗവൺമെന്റ് നടത്താമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ അത് ഒഴിവാക്കി കൊടുത്തു എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഒഴിവാക്കി? കാര്യം ചേട്ടാ, 6 മാസത്തെ പെൻഷൻ ഒന്ന് കൊടുക്കൂ. 6 മാസത്തെ പെൻഷൻ ഒന്ന് കൊടുത്തിട്ട് ഇത് പറഞ്ഞെങ്കിൽ വിമാനത്താവളം നടത്തിക്കായിരുന്നു. 6 മാസത്തെ പെൻഷൻ കിട്ടാതെ പാവപ്പെട്ടവർ തെരുവിലാണ്. ആ സമയത്താണ് വിമാനത്താവളം നടത്താൻ പോകുന്നത്. എന്ത് വിരോധാഭാസമാണ് ചേട്ടാ പറയുന്നത്?